ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കത്തക്ക രീതി വേണം നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ. എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇത് ഞാനൊരു കടമ നിർവഹിക്കുക മാത്രമല്ല, ഇത് വായിച്ചവൻ അങ്ങേ അറിയണം, അത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കണം, അവർക്ക് കർത്താവിനെ കിട്ടിയെന്ന് അറിയണം. അങ്ങനെയൊക്കെ നമുക്ക് ഒരു ആത്മബന്ധത്തോടുകൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ കരുണ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ രാവിലെ എനിക്ക് ഫീഡിങ് പ്രെയർ എന്ന് പറഞ്ഞ സെഷനുണ്ട്. ഫീഡിങ് പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഴുവൻ റൂട്ട്, എൻ്റെ വണ്ടി പോകുന്ന മുഴുവൻ റൂട്ട് കർത്താവിന് സമർപ്പിക്കും. തലേദിവസം തന്നെ സമർപ്പിക്കാൻ തുടങ്ങും. എൻ്റെ പുറകെ വരുന്ന വാഹനം, മുമ്പേ വരുന്ന വാഹനം, സൈഡിൽ കൂടെ പോകുന്ന വാഹനം, ഞാൻ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ, കുടിക്കുന്ന വെള്ളം, എല്ലാ ടൈം, ഓഫീസ്, കണ്ടുമുട്ടുന്ന വ്യക്തികളെ, കണ്ടുമുട്ടാനിരിക്കുന്നവർ, ഇനി എൻ്റെ ആംഗിളിൽ ഇല്ലാത്ത ആൾക്കാരെ എല്ലാം ദൈവത്തിൻ്റെ സന്നിധി കൊണ്ടുവരും. ഇങ്ങനെ ഈ ഗൈഡഡ് ഇതിന് ഈ ഫീഡിങ് പ്രയറിൻ്റെ ഒരു ഗുണം, നിങ്ങളുടെ ദൗത്യം മിഷൻ ഗൈഡഡ് ആയിരിക്കും. ഫീഡിങ് പ്രയർ വന്നാൽ മിഷൻ ഗൈഡഡ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഗൈഡ് ചെയ്യും? ഇപ്പം നിങ്ങളുടെ യാത്രകൾ നിങ്ങളല്ല ഗൈഡ് ചെയ്യണത്. ദാറ്റ് ഇസ് നോൺ സെൻസ്. അത് പഠിക്കാൻ സാധിക്കും. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര, അവൻ്റെ ഉദ്യമങ്ങൾ ദൈവം ഗൈഡ് ചെയ്യണം. ദൈവം ഗൈഡ് ചെയ്യണമെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണം. എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ, യാത്ര, ഭക്ഷണം, സംസാരം, എല്ലാം എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ഫീഡിങ് കഴിയുമ്പോൾ, അതാണ് ഫീഡിങ് എന്ന് പറയണത്. അത് ഇപ്പോൾ ഞങ്ങൾ ചിലർ ജപമാല ചൊല്ലി സമർപ്പിക്കും, ചിലർക്ക് സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവരുടെ അജണ്ട സമർപ്പിക്കും. പാസ്പോർട്ട് ഓഫീസിൽ പോകണം, വിസ ഓഫീസിൽ പോകണം, ഇൻ്റർവ്യൂവിന് പോകണം, പരീക്ഷയ്ക്ക് പോകണം. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ തിരിച്ചു പോരുന്ന വരെയുള്ള മുഴുവൻ സംഭവം ഫീഡ് ചെയ്ത് കൊടുക്കണം. പേഴ്സണൽ പ്രയറിൻ്റെ സമയത്താണ് ഫീഡിങ് നടക്കേണ്ടത്. ഫീഡിങ് നടന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഇത് ഗൈഡഡ് ആവും. ഉടനെ ഇത് വേറെ ഫോർമാറ്റിലേക്ക് മാറിയിട്ട് ഗൈഡഡ് ആവും. അപ്പം നിങ്ങൾ അല്ല നയിക്കപ്പെടുന്നത്, നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകും. നിങ്ങൾ വിചാരിക്കാത്ത വ്യക്തികളും, കാര്യം നിങ്ങൾക്ക് കാണേണ്ട വ്യക്തി ആരാണെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾക്ക് പോകേണ്ട വ്യക്തി ഓഫീസ് എവിടെയാണെന്ന് ദൈവത്തിന് അറിയാം. അതെങ്ങനെയാണ് ഈസിയായിട്ട് പോകേണ്ടത് ദൈവത്തിന് അറിയാം. ഇതെല്ലാം ദൈവം ക്രമീകരിച്ച് തരും. ഇതാണ് ഗൈഡഡ് എന്ന് പറയുന്നത്, ഗൈഡഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ദൈവത്തിൻ്റെ ഗൈഡ് ലൈൻസ് കൊണ്ടുവരണം. ഇപ്പോൾ ചിലർക്ക് ആകസ്മികമായിട്ടൊക്കെ ചില ആൾക്കാർ കണ്ടുപിടിയത് ആകസ്മികമായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. അംബിക ചേച്ചിയുടെ സാക്ഷ്യം എന്തറിയാമോ? അംബിക ചേച്ചിയുടെ മകളെ അവർ അയർലൻഡിലോട്ട് വിടുകയാണ്. അപ്പോഴവിടുത്തെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അംബിക ചേച്ചി ആണ് ശരിക്കും കർത്താവുമായിട്ട് ബന്ധമുള്ളത്. അമ്മയെ ഉടമ്പടി എടുത്ത് അമ്മയുമായിട്ട് അടുപ്പമുള്ളത് അംബികയ്ക്കാണ്. മകൾക്ക് വേണ്ടിയാണ് അംബിക അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ അവരവിടെ എത്ര വരെ ഇതുവരെക്കും അവിടെ അക്കോമഡേഷൻ ആയിട്ടില്ല. അക്കോമഡേഷൻ ആകാത്ത സമയത്ത് അംബിക മകളോട് പറയും, നീ അവിടെ ചെല്ലുക, മാതാവ് നിന്നെ കാത്തു നിൽക്കും, നിനക്ക് അക്കോമഡേഷൻ അവിടെ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, മനുഷ്യന്മാരുടെ ബന്ധങ്ങളെ പോണ പോക്കേ. ഇപ്പോൾ അയർലൻഡ് വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മലയാളി ഇവിടെ അടുത്തുകൂടി പോകും. അപ്പോൾ അയാൾ മലയാളിയാണെന്ന് ചോദിക്കും ഡ്രൈവർ. അപ്പോൾ എന്താണ് ചോദിക്കും, ചേട്ടാ ഞങ്ങൾക്ക് താമസിക്കാൻ ഇടമില്ല, താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും, ആ കാറിലിരിക്കണത് എൻ്റെ വൈഫാണ്, നിങ്ങൾ അവരോട് ചെന്ന് സംസാരിക്കുക എന്ന് പറയും. ഉടനെ ഇവർ 3-4 കൂട്ടുകാർ കൂടി അവരോട് പോയി സംസാരിക്കും. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് താമസിക്കാൻ ഇടമില്ല, ഞങ്ങളിവിടെ ജോലിക്ക് വന്നതാണ്, ഞങ്ങളെ സഹായിക്കും. ഉടനെ അവർ പറയും, നിങ്ങൾ വണ്ടി കയറിക്കോ എന്ന് പറയും. ഉടനെ അവർ വണ്ടി കയറിക്കൊണ്ട് ഇവിടെ അവരുടെ വീട്ടിൽ കൊണ്ട് ഇവിടെ ഇറക്കിയിട്ട് അതിൻ്റെ മുകളിലെ നില മുഴുവൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ നിലയിൽ ഇവർ താമസിപ്പിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരുടെയും കൂടെ സാന്നിധ്യമായി സഞ്ചരിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത,
എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളോട് കരുണ തോന്നി കൃപ കാണിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ വചനം ഒന്നിനു വായിച്ചേ. സങ്കീർത്തനം 92:3. കിന്നരവും വീണയും മീട്ടിയും. ഒന്ന് പറഞ്ഞേ. കിന്നരവും വീണയും മീട്ടിയും. കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അപ്പൊ രാത്രിയിൽ എന്താ സംഭവം? പകല് നമുക്ക് കണ്ണ് കാണാൻ ജീവിതത്തെക്കുറിച്ച് വ്യക്തതയുണ്ട്. ഇപ്പൊ ഇവർക്ക് അംബികയുടെ മകൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തതയില്ല. എവിടെ താമസിക്കുന്ന വ്യക്തതയില്ല. അപ്പം അംബികയ്ക്ക് വ്യക്തതയുണ്ട്. എന്താ വ്യക്തത? വിശ്വാസിക്ക് വ്യക്തതയുണ്ട്. എന്താ വ്യക്തത? അവിടെ ചെല്ലുമ്പോൾ മാതാവ് ക്രമീകരിക്കുക. കാര്യം ഉടമ്പടി അമ്മയുടെ ഉടമ്പടിയിലുള്ള ആളാണ്. അപ്പം അത്രയും വിശ്വസ്തത. അപ്പം നമുക്ക് വ്യക്തതയില്ലാത്തപ്പോൾ അതിന് സുവിശേഷത്തിൻ്റെ ഭാഷയിൽ രാത്രി എന്ന് പറയും. നമുക്ക് വ്യക്തതയില്ല. എന്ത് കിട്ടും, ഏത് ജോലി ചെയ്യും, ആരെ കല്യാണം കഴിക്കും, എവിടെ താമസിക്കും, ഏത് ആശുപത്രി ചികിത്സക്ക് പോകും. വി ഹാവ് നോ ഐഡിയ. ഇതിനാണ് ഡാർക്ക്നെസ് എന്ന് പറയണത്. ഇങ്ങനെയുള്ള സമയത്ത് ഉടമ്പടിയിൽ ഉണ്ടാകുന്ന ആനുകൂല്യം എന്ന് പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സീറോ ക്ലിയർ ആണെന്ന് വിചാരിച്ചേ. സീറോ ക്ലിയർനെസ്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, ഒന്നിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അതാണ് രാത്രി എന്ന് പറയണത്. രാത്രിയിൽ ഉടമ്പടിയിലുള്ള ഗുണം എന്താണ്? സങ്കീർത്തനം 92:3 ഒന്നിനു വായിച്ചേ. കിന്നരവും വീണയും മീട്ടിയും. ഒന്ന് പറഞ്ഞേ. കിന്നരവും വീണയും മീട്ടിയും. പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അതായത് രാത്രി എന്ന് പറയണത് ഒരു ഐഡിയയുമില്ല. നമുക്കറിയാം, നമ്മൾ രാത്രി എന്താ ചെയ്യണത്? നമ്മൾ ഉറങ്ങും അല്ലേ? രാത്രി നമുക്ക് പ്രവർത്തനങ്ങളൊന്നുമില്ലല്ലോ, ഉറങ്ങുകയേ ഉള്ളൂ. പക്ഷേ രാത്രി നിൻ്റെ ദൈവം എന്താ ചെയ്യണത്? രാത്രി നിനക്ക് വേണ്ടി ജാഗ്രതയുള്ള രേഖ. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ആകുമ്പോൾ ഈ 124 121:4 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 121 സങ്കീർത്തനം 4-ാം തിരുവചനം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പറഞ്ഞേ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നിന്റെ രാത്രിയിൽ ദൈവം നിനക്ക് വേണ്ടി ജാഗ്രത അനുഭവിക്കും. എന്നുവെച്ചാൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. രാത്രിക്കുള്ള കുഴപ്പം എന്താണ്? ഉറക്കമല്ല പ്രശ്നം. എന്താണ്? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചില ആൾക്കാർ പറഞ്ഞില്ല, എൻ്റെ അച്ഛാ പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല. രാത്രിയായി. രാത്രി എന്ന് പറയുമ്പോൾ നിങ്ങളോട് രാത്രി എന്ന് വിചാരിക്കരുത്. ജീവിതത്തിൽ ഈശോ എന്താ പറഞ്ഞ രാത്രിയെക്കുറിച്ച്? യോഹന്നാൻ 9:4. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. രാത്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ വെളിച്ചത്ത്, ഇപ്പം നമ്മളിതുപോലെ പൂ പോലെ വെളിച്ചത്ത് ജീവിച്ചാലും ആധ്യാത്മികമായിട്ട് രാത്രിയിലായി പോകും ചിലപ്പോൾ. എന്താണ്? ശരി പറയുക, എൻ്റെ അച്ഛാ സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല.
അതാണ് രാത്രി. ചിലപ്പോൾ ഭർത്താവ് ഐസിയിലായിരിക്കും, അല്ലെങ്കിൽ മകൻ ചിലപ്പോൾ ജയിലിലായിരിക്കും. നിങ്ങൾക്കത് രക്ഷപ്പെടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രാത്രി. അതാ യോഹന്നാൻ 9:4 എന്ന് പറഞ്ഞ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം. ജീവിതത്തിൽ ഒരു ഐഡിയ ഇല്ല, ഒരാശയമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എങ്ങനെ ഗതി പിടിക്കുമെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾ സ്മോളൊക്കെ അടിച്ച് അല്ലെങ്കിൽ വീട്ടിൽ കഴുത്തേക്ക് കയറി നിങ്ങളുടെ കഴിവ് മറച്ചു വെക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയൊക്കെ കഴുത്തേക്ക് കയറി നിങ്ങളിങ്ങനെ അഭ്യാസം കാണിച്ച് ജീവിക്കായിരിക്കും ചിലപ്പോൾ. അതാണ് നിങ്ങളുടെ രാത്രി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാനും പറ്റണില്ല, കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ചാടിക്കയറി ജീവിക്കുന്ന സമയം രാത്രി, ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയം. ഈ രാത്രിക്ക് എന്താ ദൈവം ചെയ്യണത്? ഉടമ്പടി വന്നു കഴിഞ്ഞാൽ ഇനി നീ ഒരു രാത്രിയിൽ മാനുഷികമായ വീക്ക്നെസ് കൊണ്ടകപ്പെട്ടാലും നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. സങ്കീർത്തനം 92:3 എന്താ പറയണത്? കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അപ്പൊ നീ ഇപ്പൊ നിന്റെ ജീവിതം രാത്രിയാണ്, നിനക്ക് ഐഡിയ ഇല്ല, നിനക്ക് പ്രാർത്ഥിക്കാമെന്ന് തോന്നണില്ല, നിനക്ക് ഒരു വേലയും ചെയ്യാൻ പറ്റണില്ല, നിനക്ക് ചിന്തിക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചാൽ അതിന് കാശ് വേണ്ടേ? അതില്ല. വീട് വിൽക്കാമെന്ന് വെച്ചാൽ അനിയൻ്റെ പേരിൽ കൂടി പ്രമാണത്തിൽ അനിയൻ്റെ പേരും ഉണ്ട്, അവൻ സമ്മതിക്കണമില്ല. ഒന്നും ചെയ്യാൻ പറ്റണില്ല, കൈയും കാലും കെട്ടിയ പോലെ അവസ്ഥയാണ്. എന്നപ്പോഴും ചത്ത് കളയാവുന്ന തോന്നുന്നു. അതാണ് രാത്രി എന്ന് പറയണത്. ഈ രാത്രിയിൽ നീ ഉടമ്പടിയിലാണെങ്കിൽ എന്താ സംഭവിക്കണത്? കർത്താവ് വിശ്വസ്തനായിരിക്കുമെന്ന്. മനസ്സിലായില്ലേ? കൈയടിച്ച് ശ്രുതിക്കട്ടെ. അപ്പൊ നിന്നെ ഉടമ്പടിയിലൂടെ നിന്റെ പൊസിഷൻ എന്താണെങ്കിലും നിന്നെ കരകയറ്റാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വരണത്. മനസ്സിലായില്ലേ? കാര്യം ഇപ്പോൾ ഉടമ്പടി ആകുമ്പോൾ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നീ ഒരു കക്ഷി, നിൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ദൈവമാണ് കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത്. അപ്പം ദൈവത്തോടാണ് നീ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ഉടമ്പടിക്ക് ആശ്ചര്യവും എപ്പോഴും റിമൈൻഡറായിട്ട് വരണത്. അത് പാസ് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ചില പെരിച്ചാഴികൾ ഉടമ്പടി ആശ്ചര്യം പാസ് ചെയ്യാൻ പാടില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിക്ക് ആശ്ചര്യവും നീയും നിൻ്റെ ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടി ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അത് മകൾ കാനഡയിൽ പോയി അല്ലെങ്കിൽ അവൾ ഐശ്വര്യയിൽ പോയതൊരു കാര്യമില്ല. നീ ഉടമ്പടി വൃത്തിയും മെനയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ഐശ്വര്യം മാതാ പൊക്കിക്കൊണ്ട് വന്നോളൂ. അല്ല, ഇതുകൊണ്ട് അവിടെ കെട്ടി താത്തേണ്ട ആവശ്യമില്ല. അതിന് വേറെ കാശ്വരും കൃപാസത്യം തരും. അച്ഛൻ കൊടുക്കുന്നുണ്ടല്ലോ, ആൾക്കാരെ കണ്ടില്ലേ? അതിന് അവിടെ ഉടമ്പടി കാശും ആവശ്യമില്ലാത്ത രീതിയിൽ കൈമാറാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛനെ കാണുന്നവർക്കെല്ലാം ഞാൻ പാശ്വര്യം വെഞ്ചരിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അതായത് ഇതിനെല്ലാത്തിനും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അറിഞ്ഞു വേണം നിങ്ങളെ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഉടമ്പടി കാശിന് കൈമാറിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന് മനസ്സിലാകും ഇത് ഉടമ്പടിയോട് അത്ര കണ്ട് കൂറുള്ള ആളല്ല, ചുമ്മാ കാര്യം കാണാൻ വേണ്ടിയും വീട്ടിലെ കാര്യം നടക്കാൻ വേണ്ടിയും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കോയിൻ ഉപയോഗിക്കണ പോലല്ലേ, കോയിൻ ഉപയോഗിക്കണ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിയമം എന്താണ്? നിങ്ങൾ ഉടമ്പടി കാശും കളഞ്ഞു പോയാൽ നിങ്ങൾ ഉടമ്പടി പിന്നെ കാശും വേണമെങ്കിൽ വേറെ ഉടമ്പടി ചെയ്യേണ്ടി വരും. അതിനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ല. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി കാശും കളയാൻ സൂക്ഷിക്കണം. ഇൻ കേസ് അത് ജീർണിച്ച് പോയാൽ എഴുത്തൊടിയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു തരും, പുതിയത് തരും. ജീർണിച്ച് പോയാൽ ജീർണിച്ച് പോവില്ല, പക്ഷേ കളഞ്ഞു പോയാൽ തരത്തില്ല. നിങ്ങളുടെ ഉടമ്പടി കളഞ്ഞു പോയെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഉടമ്പടി കാശിനും കളഞ്ഞു പോയെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉടമ്പടി പോയി കാണാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതാണ്. അപ്പോൾ ഈ വിഷയം വെച്ചാൽ നമ്മൾ ഓരോ വിഷയവും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നവരുണ്ട്. ഉടമ്പടി തൈലം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ഉടമ്പടി ഉപ്പ് കൃത്യമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ശ്രദ്ധയുള്ളവരാണ്. അല്ല, അവിടെ നിന്ന് കുറേ നേർച്ച വസ്തു കിട്ടി, ഇങ്ങോട്ട് അവിടെ നിന്ന് കിട്ടില്ല, ഒന്നും തന്നില്ലേ, അതിനൊക്കെ തരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഭർത്താവ് രണ്ട് പൂശിച്ചും വന്ന് വെള്ളം അടിച്ചും വന്ന് വെച്ച് ഓരോ കാര്യം ചെയ്യുമ്പോൾ നീ കൊണ്ട് ബുദ്ധിയും ബോധവും ഇല്ല എടുത്ത് കൈ കൊടുക്കാൻ പാടില്ല. നിങ്ങളത് പ്രാർത്ഥിച്ച് ആരാണോ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയെ ചെയ്യാൻ പാടുള്ളത്. ആ വ്യക്തി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്.
ആ വ്യക്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ അത് ചെയ്യണത് അവരുടെ ഭൗതികമായ ഉന്നമനം ആയിരിക്കരുത് പ്രൈമറി ഇൻറ്റൻഷൻ വരണത്, അവരുടെ ആധ്യാത്മികമായ ഉന്നമനമായിരിക്കണം. മനസ്സിലായില്ലേ? അതായത് അവർ രോഗത്തിൽ നിന്ന് മോചിച്ചാൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമെന്ന്. അല്ലാതെ അവർ സുഖപ്പെട്ട് കാര്യമില്ലല്ലോ. അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കും എന്ന് അവരോട് ചോദിക്കണം. ഇത് തരുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, നിങ്ങളത് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ജീവിതം തുടങ്ങണം എന്ന് നിങ്ങളെ ഉറപ്പ് വരുത്തണം. അല്ല കാണുന്ന കടവാമ്പോത്തിന് എല്ലാം കൊണ്ട് അത് ഇതൊക്കെ തേച്ച് വെച്ചിട്ട് ചുറ്റി നടക്കരുത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ വിഷയം വളരെ കാര്യം, ഓരോ കാര്യങ്ങൾ സാക്ഷ്യ ബേസ്ഡായിട്ടാണ് പോണത്. സാക്ഷ്യങ്ങൾ നല്ല വലിയ സാക്ഷ്യങ്ങൾ പറയുന്നവർ എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് നോക്കണം. അവരെന്ത് ശ്രദ്ധയോടെയാണ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് തൽക്കാലത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഉടമ്പടി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് നിങ്ങളുടെ വിഷയങ്ങൾ കഴിഞ്ഞാലും ഉടമ്പടി ദൈവം വിശ്വസ്തനായിരിക്കുമെന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉടമ്പടിയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ദൈവം എന്താ ഉദ്ദേശിക്കണത്? നിങ്ങളും അതുപോലെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് ജോലി കിട്ടി കഴിയുമ്പോൾ പിന്നെ വെള്ളം അടിച്ച് പെണ്ണും പിടിച്ച് നടന്നു കഴിഞ്ഞാൽ, കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ പ്രകൃതം കാണിച്ചിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കൃത്യമാണ്. ഞാൻ പച്ച മലയാളമാണ് ഉപയോഗിക്കണം, അറിയാമല്ലോ. അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ്. അഭ്യാസം കാണിക്കാതിരിക്കാനും കൃത്യമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ വേണ്ടിയും അതനുസരിച്ച് നിങ്ങൾ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളായി മാറണം. അതിന് സമയവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു അഭിഷേകം കിട്ടിയാൽ, ഇപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദിനത്തിലാണ് ഈ ധ്യാനം റെക്കോർഡ് ചെയ്യണത്. പരിശുദ്ധാത്മാവിൻ്റെ ദിനത്തിൽ ധ്യാനം റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചോ ഇല്ലയോ? കാരണം ഉടമ്പടി പോലെ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പറ്റിയ വേറെ സംവിധാനമില്ല. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധ അഭിഷേകം തുടങ്ങുന്നത് ഉടമ്പടി കവനൻ്റ് ഫോർമാറ്റിലാണ്. കവനൻ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ്. ഈ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടിയുള്ള ഫോർമാറ്റ് എന്താണ്? കവനൻ്റ് ഫോർമാറ്റാണ്. ഇപ്പോൾ പത്രോസിൻ്റെ പ്രഭാഷണം കഴിഞ്ഞു. പത്രോസിൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് ഒരു ചോദ്യമുണ്ട്. പത്രോസിൻ്റെ പ്രഭാഷണത്തിലൂടെയാണല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കണത് എന്താണ്? 2:37 എടുത്ത് നടപടി 2:37. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:37. നടപടി 2:37. ഇത് കേട്ടപ്പോൾ വചനങ്ങൾ കേട്ടപ്പോൾ, അതാണ് ഇത് കേട്ടപ്പോൾ പത്രോസ് തോന്നിയ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേട്ടാൽ ജനങ്ങളിൽ ഉടനെ ചോദ്യങ്ങൾ ഉണ്ടാകണം. അതാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ആദ്യത്തെ നടപടിക്രമം. അതാണ് ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ കർത്താവ് തോണ്ടി അവർക്ക് ചോദ്യങ്ങളുണ്ടാകും. അല്ലാത്തൊരു വായിട്ട് നോക്കിയിരിക്കും. പിടിയില്ലേ? ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ തോണ്ടൽ കിട്ടിയ ആളാണെങ്കിൽ, അഭിഷേകം കിട്ടിയ ആളാണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരും. എന്താണ്? ഞങ്ങൾ എന്താണ്? റീഡ് ഇറ്റ് അഗൈൻ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു. കണ്ടില്ലേ? ദൈവവചനം കേട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു സംഭവം നടന്നു. എന്ത് ചെയ്തിട്ട്? ഹൃദയം നുറങ്ങി, അത് പൊടിച്ചുപോയി. പഴയ ഹൃദയമില്ലേ, അത് പൊടിയണം. വചനം കേൾക്കുമ്പോഴേ ഉണ്ടാകുമ്പോൾ ഇനി ഞാൻ പഴയതുപോലെ ജീവിക്കത്തില്ല, എൻ്റെ പഴയ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് വചനം കേട്ട് പൊടിഞ്ഞു പോകണം, വിശദീകരിക്കണം. അതാണ് ഹൃദയം നുറുങ്ങിയെന്ന്. വിജയം പൊടിഞ്ഞു. നിങ്ങൾ പൊടിയാതെ കല്ല് പോലെ ഇരുന്ന് വചനം കേട്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതായത് ആദ്യമേ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവസകം നിറഞ്ഞിട്ട് പഴയ ഹൃദയം പൊടിഞ്ഞു പോകണം. അത് റീഡ് ഇറ്റ് അഗൈൻ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. എല്ലാവരും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ
അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് കവനന്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. വചനം കേട്ടാൽ അടുത്ത നടപടി കവനന്റാണ്. ഒരിക്കൽ നിങ്ങൾ ദൈവവചനം കേട്ടാൽ എൻ്റെ അടുത്ത നടപടി എന്താണ്? കയ്യൊപ്പ് പ്രാർത്ഥന അല്ല, അടുത്ത നടപടി കവനൻ്റാണ്. എന്താണ്? ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും അപ്പോസ്തലന്മാരോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് എന്താ പറയണത്? പത്രോസ് പറഞ്ഞത് എന്താണ്? 2:30 വായിച്ചേ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഭയങ്കര സുന്ദരമായ ഒരു വെളിപാടാണ്. എന്താണ്? വചനങ്ങൾ കേട്ടപ്പോൾ ജനങ്ങളുടെ ഹൃദയം പൊടിഞ്ഞു. പഴയ ഹൃദയം ഉണ്ടായിരുന്നു. ഏഷണി, പഴക, പരദൂഷണം, വിദ്വേഷം, മത്സരം, അഹങ്കാരം ഉണ്ടായ ഹൃദയം പൊടിഞ്ഞു. പൊടിഞ്ഞിട്ട് എന്ത് ചെയ്താണ്? ജനങ്ങളെ ചോദിച്ചു, ഞങ്ങൾ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വചന നടപടി. അത് നമ്മുടെ ഉടമ്പടി അതല്ലേ? എന്താണ്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതെന്താണ് ചൊല്ലേണ്ടതെന്നല്ല ചോദിച്ചത്. നിങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? നിങ്ങൾ ബൈബിൾ 100 പ്രാവശ്യം എഴുതിക്കുമെന്നാണ് പറയണത്. അല്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ അവരെന്താ പറയണത്? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കണം. അതാണ് വിഷയം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാനിങ്ങനെ നിങ്ങളുടെ ഓരോ മനുഷ്യരുടെ അനുഭവങ്ങളിലൂടെയാണ് സുവിശേഷ വ്യാഖ്യാനിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു മതത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. നിങ്ങളോടെ പറയും, അച്ഛൻ മതം ഉപേക്ഷിക്കാൻ പറഞ്ഞ നിന്നവർ. നിങ്ങൾ ജനിച്ച മതത്തിൽ, വിശ്വാസത്തിൽ, സംസ്കാരത്തിൽ, അത് സംസ്കാര രീതിയിൽ ജീവിച്ചു പോകും. പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കണം ഇതുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് അനുതാപവും അവൻ്റെ നാമത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ്. ഞങ്ങളെ പിന്നെ ഔദ്യോഗിക സഭയിലെ അംഗങ്ങൾ അത് ജന്മനായി ഞങ്ങൾക്ക് ദൈവം ആ ഒരു കൃപ തന്നതാ. കൗദാസ്യ ജീവിതം കുമ്പസാരിക്കാനും വിവാഹം എന്ന കുദാശ കുഞ്ഞുങ്ങളെ പുണ്യഭവന വളർത്താൻ കൗദാസ്യവുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു കൂദാശ ജീവിതം നയിക്കാൻ വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച സഭയിൽ ഞങ്ങൾക്ക് പട്ടാഭിഷേകം തന്നു. അത് ഒരു ദൈവകൃപയാണ്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമുണ്ട്. പക്ഷേ അതിലേക്ക് നിങ്ങളെ 0 പോയിൻ്റ് നിൽക്കുന്ന ആൾക്കാർ ആ സങ്കീർണതയിലേക്ക് വരുന്നതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ചിലപ്പോൾ അങ്ങനെ വരണമെന്ന് ദൈവം ചിലപ്പോൾ അങ്ങനെ അനുവദിക്കത്തുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്കുണ്ട്. അനുവദിക്കത്തില്ല, അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അങ്ങനെ ജീവിത സാഹചര്യം പ്രതികൂലമാണെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വിഷയങ്ങൾ ലളിതമാണ്. അപ്പം മാതാവിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. കർത്താവ് ജനിച്ചപ്പോൾ മാലാഖ നൽകിയ മംഗളവാർത്തയിൽ ഒന്ന് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർക്ക്. ദാറ്റ് ഈസ് ഐ ആം പ്രൊക്ലൈമിങ്. സുവിശേഷത്തിൽ മാലാഖ എന്നാണ് ഇടയന്മാരോട് പറഞ്ഞത്, യഹൂദന്മാരല്ലാത്തവരോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇത് ക്രിസ്തു സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ക്രിസ്തു
സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ആ സന്തോഷം മാനവരാശിയുടെ അവകാശമാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായി? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായി? പരീക്ഷ അനുവദിച്ചാൽ പരിഹാരമേനിക്കാൻ കരുതിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേനിക്കാൻ കരുതിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇടനെഞ്ചിലും തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസ്സിനും വെച്ചുകൊണ്ട് സർവാംഗ രോഗങ്ങൾക്കായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇട്ടുമുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഈശോയുടെ നാമത്തിൽ അടിപ്പിണർ പോലെ കർത്താവേ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും അങ്ങയുടെ തിരുസന്നിധി ചെയ്തു പോയ നിന്ദാപമാനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവേ അങ്ങയുടെ തിരിച്ചോരെ ഓർത്തുകൊണ്ട് കണ്ണത്തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരം അണിപ്പെടുതാഴ്ന്ന അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ, ഓരോ സിസ്റ്റുകളെ സ്പർശിക്കണമേ, ക്യാൻസറിനെ സ്പർശിക്കണമേ, ഓരോ അവയവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങളെ സ്പർശിക്കണമേ. ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ. ഞരമ്പുകളെ കഴുകണമേ. വാതരോഗികളെ, കിഡ്നി രോഗികളെ, ഹൃദയരോഗികളെ, തൊണ്ട അസുഖങ്ങളുള്ളത്, സ്പോണ്ടിലോസിന് അസുഖമുള്ളവരെ, തലച്ചോറിന് രോഗങ്ങളുള്ളവരെ, ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവര്, ബ്രസ്റ്റിന് രോഗങ്ങളുള്ളവര്, ഉദര രോഗങ്ങള്, പാങ്ക്രിയാസ് രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സദയം തുണേണേ സുഖമായി എന്റെ ഉള്ളം. സദയം തുണേണേ സുഖമായി എന്റെ ഉള്ളം. കൈകൾ രണ്ടും പിടച്ച് നെഞ്ചത്ത് വെക്കുക. ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനുള്ളവർ ശ്രദ്ധിക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിദേശങ്ങളിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവര്, വിദേശ ജോലിക്ക് തടസ്സമുള്ളവര്, വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവര്, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്നവര്, ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവര് എല്ലാവരും വിശുദ്ധമായ രക്തത്താൽ കർത്താവ് തളിക്കപ്പെടട്ടെ. കർത്താവെ, ജോലി നാട്ടിലില്ലാത്തവര്, പരീക്ഷ എഴുതി നിൽക്കുന്നവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ ചിലർ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കാൽക്കുലേഷൻ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ അവർ തീരുമാനം എടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക. ഈ മാസം കടന്നു പോകേണ്ട, ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക. പരീക്ഷാ ഡേറ്റുകൾ
ഇൻ്റർവ്യൂ ഡേറ്റുകൾ, യാത്രാ ഡേറ്റുകൾ, രജിസ്ട്രേഷൻ ഡേറ്റുകൾ, ജപ്റ്റ് ഡേറ്റുകൾ, എല്ലാ ഡേറ്റുകളും സമർപ്പിക്കട്ടെ. അശുദ്ധമായ സ്തുതിക്കട്ടെ, അശുദ്ധമായ സ്തുതിക്കട്ടെ. മക്കളില്ലാത്തവർ, ഗർഭിണികൾക്ക്, ഗർഭത്തെ ശിശുവിന് രോഗങ്ങളുള്ളവർ, ഗർഭിണികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ, തകരാറുള്ളവർ പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കട്ടെ. കുടുംബ തകർച്ചയുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഡൈവേഴ്സ് അയക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. കോടതി കേസുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ.